പുറത്തിറങ്ങിയാൽ നല്ല ചൂടാണ്. എന്തെങ്കിലും തണുത്തത് കുടിക്കാനായിരിക്കും ആളുകൾ താല്പര്യം കാണിക്കുന്നത്. അത് ഹെൽത്തി കൂടിയാണെങ്കിൽ ഡബിൾ ഓക്കെ ആയിരിക്കും. അങ്ങനെ പലരും തിരഞ്ഞെടുക്കുന്ന ഒന്നാണ് കരിക്ക്. വഴിയരികിൽ കരിക്ക് കൂട്ടിയിട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? പലരും വാങ്ങി അവിടെ നിന്നു തന്നെ കുടിക്കാറുമുണ്ട്. എന്നാൽ ഇത് ആരോഗ്യത്തിന് നല്ലതാണോ? ഇതിനുള്ളിൽ എന്താണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? വെള്ളം കുടിക്കുന്നതിന് മുൻപ് അതിൻ്റെ ഉൾവശം പരിശോധിച്ച് ഉറപ്പാക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പൊട്ടാസ്യം, കാൽഷ്യം, മാംഗനീസ്, ആൻറ്റി ഓക്സിഡൻറ്റുകൾ, അമിനോ ആസിഡുകൾ, സെറ്റോകിനിനുകൾ തുടങ്ങിയ വിവിധ ധാതുക്കളുടെയും ഇലക്ട്രോലൈറ്റുകളുടെയും കലവറയാണ് ഈ തേങ്ങ എന്ന് പറയുന്നത്. പക്ഷേ ഇതിനുള്ളിൽ എളുപ്പത്തിൽ പൂപ്പലുണ്ടാകാറുണ്ട്. ജൈവ വസ്തുക്കളിൽ വളരുന്ന ഫംഗസ് പ്രത്യേകിച്ച് നനഞ്ഞതോ ഈർപ്പമുള്ളതോ ആയ സാഹചര്യങ്ങളിൽ കാണപ്പെടാറുണ്ട്. ഇത് വെള്ളത്തെ മോശം രുചിയിലേക്കും ഘടനയിലേക്കും കൊണ്ടുപോകാറുണ്ട്. ഇത്തരത്തിലുണ്ടാകുന്ന ഫംഗസ് കടുത്ത അലർജികൾ, ശ്വസന പ്രശ്നങ്ങൾ, മൈക്കോടോക്സിനുകളിൽ നിന്നുള്ള മാരകമായ ഫലങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള വെള്ളം നല്ലതാണോ എന്ന് സൂക്ഷ്മമായി നോക്കിയ ശേഷം കുടിക്കുന്നതാവും നല്ലത്. സുതാര്യമായ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിച്ചാൽ ഏറെ നല്ലത്. പൂപ്പൽ ഒരു ചെറിയ ജീവിയാണ്. ഇതിനെ ഫംഗസ് എന്നും ആളുകൾ വിളിക്കുന്നു. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇത് ഹൈഫേ എന്നറിയപ്പെടുന്ന രോമങ്ങൾ പോലുള്ള ഘടനകളുണ്ട്. അവ ഭക്ഷണങ്ങൾ ഉൾപ്പെടെ പല പ്രതലങ്ങളിലും കാണാൻ കഴിയുന്ന കോളനികളായി മാറുന്നു. ചൂടുള്ളതും നനഞ്ഞതുമായ സ്ഥലങ്ങളിൽ പൂപ്പൽ വളരുകയും അത് ജീവിക്കുന്ന പദാർത്ഥത്തെ വിഘടിപ്പിക്കുന്നതിലൂടെ അതിൻ്റെ പോഷകങ്ങൾ നേടിയെടുക്കുകയും ചെയ്യും. തുമ്മൽ, മൂക്കൊലിപ്പ്, ചുവപ്പ് അല്ലെങ്കിൽ വെള്ളം വരുന്ന കണ്ണുകൾ, ചർമ്മത്തിലെ തിണർപ്പ്, മൂക്കടപ്പ്, ചുമ, ശ്വാസതടസ്സം തുടങ്ങിയ ലക്ഷണങ്ങൾ പൂപ്പൽ മൂലമുണ്ടാകുന്ന ഗുരുതരമായ അലർജികൾ ഉണ്ടാകാം. പൂപ്പൽ വളരുകയും കൂടുതൽ പടരുകയും ചെയ്യാതിരിക്കാൻ ഭക്ഷണ പദാർത്ഥങ്ങൾ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വയ്ക്കണം. ഇതുകൂടാതെ വായു കടക്കാത്ത പാത്രങ്ങളിൽ ഭക്ഷണം സൂക്ഷിക്കുന്നതാണ് നല്ലത്.